പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ള എല്ലാവരും കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ ഒറ്റയ്ക്ക് പറയുന്ന സൗണ്ട് നിങ്ങൾ എല്ലാവരും കൂടെ പറയണം. ഹല്ലേലൂയ. ദൈവനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭ കുണ്ട്ര സെൻറ്ററിൻ്റെ 23ാമത് വാർഷിക കൺവെൻഷനോടുള്ള ബന്ധത്തിൽ നടക്കുന്ന ഈ സംയുക്ത ആരാധനയിൽ ഈ സംയുക്ത ആരാധനയുടെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ, അതുപോലെ ഈ സെൻറ്ററിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയ പൊന്നച്ചൻ പാസ്റ്റർ, പിന്നെ നമ്മളെല്ലാവരും വളരെ സ്നേഹിക്കുന്ന അപ്പോൾ തന്നെ കൊട്ടാരക്കര മേഖലയുടെ പ്രസിഡൻ്റായിരിക്കുന്ന പ്രിയ പാസ്റ്റർ ബെഞ്ചമിൻ അപ്പച്ചൻ, അതുപോലെ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മറ്റ് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർ, അപ്പോൾ തന്നെ എനിക്ക് മുമ്പേ വായന ശുശ്രൂഷിച്ച കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ, ആ സദസ്സിലായിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. എന്നിട്ട് നിങ്ങളാരും തിരിച്ചൊന്നും വന്ദനം പറഞ്ഞില്ലല്ലോ. ഞാൻ പറയുമ്പോൾ ഒരു എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നല്ലേ പറയുന്നത്. അപ്പം ഞാനൊരു വന്ദനം പറയുമ്പോൾ നിങ്ങളും ഒന്ന് കൈയൊക്കെ പൊക്കി അല്ലേലിയാ പറയണം. അല്ലേ ഡോക്ടറെ? അങ്ങനല്ലേ? പ്രൈസ് ദി ലോർഡ്. എങ്കിലേ നമുക്ക് അന്യോന്യം അങ്ങോട്ട് മനസ്സിലാകത്തുള്ളൂ. ഒരേ ആത്മാവാണ് നമ്മളിൽ വ്യാപരിക്കുന്നതെന്ന്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ വ്യാഴാഴ്ച തൊട്ട് തുടങ്ങിയെന്നാണ് ഇവിടെ കേട്ടത്. ഇന്നിപ്പോൾ ഞായറാഴ്ച എല്ലാവരും ഇത് കഴിഞ്ഞങ്ങ് പാമ്പോവുക. പക്ഷേ ഈ വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ പ്രാപിച്ചത് എന്താണെന്ന് ഈ സമാപന ദിവസം നമുക്കറിയണം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ സെൻറ്ററിൽ അംഗമായിരിക്കുന്ന എൻ്റെ ഭാര്യ സഹോദരിയുടെ ഹസ്ബൻഡ് പാസ്റ്റർ യോഹന്നാൻ തോമസ് അല്ലേ? ഞങ്ങൾ തോമസ് യോഹന്നാൻ, ഞങ്ങൾ കുഞ്ഞുമോനച്ചാൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. പോട്ടെ, നിങ്ങൾക്ക് അറിഞ്ഞൂടെ ആ പേരൂടെ പഠിച്ചോ. എനിക്ക് വളരെ സന്തോഷമുണ്ട്. അവരോട് കുടുംബമായി ദൈവത്തെ ആരാധിക്കുവാൻ ഒരു അവസരം കൂടെ കർത്താവ് നൽകി. അതുപോലെ തന്നെ ഇവിടെ മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന ക്വയർ, അതിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ബ്രദർ റെജി താബോർ, എനിക്ക് അദ്ദേഹത്തെ മറക്കാൻ പറ്റത്തില്ല. 2015 ഓഗസ്റ്റ് 1 എൻ്റെ മൂത്ത മകളുടെ വിവാഹത്തിന് എൻഗേജ്മെൻറ്റിൽ അദ്ദേഹമാണ് വർഷിപ്പ് ലീഡ് ചെയ്തത്. ജീവിതത്തിൽ മറക്കാനാകാത്തൊരു വർഷിപ്പായിരുന്നു. ഞങ്ങൾ പറഞ്ഞു ഇതൊരു ചടങ്ങാക്കണ്ട, ആരാധനയായിക്കോട്ടെ. അതങ്ങനെ തന്നെയായിരുന്നു. ജീവിതത്തിൽ മറക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ആ ദേവദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അടുത്തിരിക്കുന്ന ആളിനെ ഒട്ടും മറക്കാൻ പറ്റത്തില്ല. ബ്ലസൻ അനുഗ്രഹീത കീബോർഡിസ്റ്റാണ്. 2011 ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് സൗദി അറേബ്യയിൽ വെച്ച്. 2011 ഞാൻ അവിടെ ഒരു വലിയ കൺവെൻഷൻ നടത്തി. സംയുക്ത കൺവെൻഷനാണ്, യുണൈറ്റഡ് പെൻറ്റിക്കോസ്റ്റൽ കൺവെൻഷൻ. അവിടെ IPC, ചർച്ചക്കോട്, AG, ഷാരോൺ എല്ലാവരും കൂടെ ചേർന്ന് ഇപ്പോൾ അവിടെ 2000-3000 ആൾക്കാരെ കൂടുന്നുണ്ട്. അന്ന് ഞങ്ങൾ 2011 മെയ് 13 റവറൻ ഡോക്ടർ കോശി, TG കോശി അവരുടെ കുടുംബമായി കൊണ്ടുപോയി കൺവെൻഷൻ നടത്തുമ്പോൾ ആ കൺവെൻഷൻ അതിൽ ആരാധനയ്ക്ക് കീബോർഡ് വായിച്ച വ്യക്തിയാണ് പ്രിയ ബ്ലസൻ. മറക്കാൻ പറ്റത്തില്ല. ഈ ഇടയ്ക്ക് വേറെടുത്ത് വെച്ച് കണ്ടു, പക്ഷേ സംസാരിക്കാൻ പറ്റിയില്ലായിരുന്നു. മാർച്ചിൽ ഞാൻ ഒന്ന് വന്നായിരുന്നു. എനിവേ, സന്തോഷമുണ്ട് കാണുവാനിടയായതിൽ. ഉപരിയായി കർത്താവ് ശക്തമായി തൻ്റെ മഹത്വമുള്ള നാമത്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് കാണുന്നതിൽ, കേൾക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. സ്തോത്രം. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കണേ. ഞാനൊരു കൺവെൻഷൻ പ്രസംഗത്തിനല്ല നിൽക്കുന്നത്. നമ്മുടെ മെനഞ്ഞാന്ന് അനീഷ് കാവാലം പാസ്റ്റർ പറഞ്ഞ പോലെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വിശ്വാസികളാണ്. കുണ്ട്ര സെൻറ്ററിൻ്റെ ഒരു സംയുക്ത ആരാധനയിലാണ് നമ്മൾ ഒരുമിച്ചായിരിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം, കർത്താവ് എനിക്ക് ആവശ്യമായ ദൂത് ഇന്ന് പകൽ നൽകണമേ എന്ന്. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും എങ്കിൽ കർത്താവ് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കും. ഒരിക്കൽ കൂടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഒരിക്കൽ ഒരു ടീം നയാഗ്ര ഫോൾസ് കാണുവാൻ പോയി. ഞാൻ 2006 പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ പല പ്രാവശ്യം പോയി. ഭയങ്കര ശബ്ദമാണ്. ഈ വെള്ളം ഒഴുകി താഴേക്ക് പതിക്കുന്ന ശബ്ദം
ഭയങ്കര ശബ്ദമാണ്. പക്ഷേ അവിടെ കുറേ സഹോദരിമാരും കൂട്ടത്തിലുണ്ട്. അവരുമായിട്ട് പോയ ഈ ടീമിന് ആ വെള്ളം പതിക്കുന്ന ശബ്ദം കേൾക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ കൊണ്ടുപോയ ഗൈഡ് പറഞ്ഞു, 4 സൂപ്പർസോണിക് വിമാനങ്ങൾ ഒന്നിച്ച് പറന്നുയരുന്നതിനേക്കാൾ ശബ്ദമാണ് ഈ നയാഗ്ര ഫോൾസ് വന്ന് പതിക്കുന്നതിന്. പക്ഷെ നിങ്ങളൊന്ന് മിണ്ടാതിരുന്നെങ്കിലേ ആ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലായോ? അപ്പോൾ അത്രയും സൂപ്പർസോണിക് വിമാനത്തിനേക്കാൾ ശബ്ദം നിങ്ങൾക്ക്, നമുക്ക് കർത്താവ് തന്നിട്ടുണ്ട്. പിന്നെ കർത്താവ് നടത്തിയ വിധങ്ങൾ ഓർത്താൽ അടങ്ങിയിരിക്കാൻ പറ്റുമോ? അടങ്ങിയിരിക്കാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചിട്ട് പറയണം, കർത്താവേ എന്നെ നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം, ഹല്ലേലൂയ. കൃപാകടലേ നിന്റെ തീരത്തു ഞാൻ അനേക നാൾ ആകാംക്ഷയോടെ നിന്നേ. കൃപാകടലേ നിന്റെ തീരത്തു ഞാൻ അനേക നാൾ മടങ്ങുകില്ലിൽ നീ വിടും നിനി ഞാൻ. മടങ്ങുകില്ലിൽ നീ വിടും നിനി ഞാൻ. പ്രവാഹമെന്നേ 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 ഒഴുകാതിരുന്നാൽ
സഹായവും ഹേതുവാൻ എൻ ജീവിതം ഏതവും ശൂന്യവുമാ പ്രത്യാശയുണ്ടു നല്ലതിനാ പ്രത്യാശയുണ്ടു നല്ലതിനാ സമയമാണ്. ദൈവത്തെ ആത്മാവിൽ ആരാധിക്കട്ടെ. Praise the Lord. Praise God. Hallelujah. 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 ഒരിക്കൽ കൂടി ഒന്നുകൂടെ ഉച്ചത്തിൽ, ഒന്നുകൂടെ കൃപയോടെ, ഒന്നുകൂടെ സന്തോഷത്തോടെ, ഒന്നുകൂടെ ആനന്ദത്തോടെ. ഹല്ലേലൂയ. അടുത്ത നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നോർത്ത് ഇന്ത്യ. എനിക്കിന്ന് ഭയങ്കര സന്തോഷം തോന്നി. ഇവിടുത്തെ സെൻട്രൽ സെക്രട്ടറിയുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ നോർത്ത് ഇന്ത്യയിലെ മിനിസ്റ്ററുടെ കയ്യിലും ഇനി എന്തോ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും സീനിയറായ ഒരു മിനിസ്റ്ററുടെ കയ്യിലും കരം പിടിച്ചേ. രണ്ടുപേരുടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ഈ സോണിൽ പ്രൈസ് ദി ലോർഡ് ഇത്രയും സീനിയറായ ഒരു ദേവദാസൻ ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ടാകട്ടോ. ഇപ്പോഴും എഴുന്നേറ്റ് നടക്കുന്നില്ലയോ? രാവിലെ 8 മണി 8:30 തൊട്ട് ഇവിടെ വന്നിരിക്കുക. അതിനേക്കാൾ ക്ഷീണമാണ് നമുക്ക്. ഞാനിവിടെ വന്ന് മെനഞ്ഞാന്ന് കണ്ട് ഈ കസേരയിലൊന്നിരുന്നു. അപ്പുറത്തായിരുന്നു ആ കസേര. ഈ സപ്പോർട്ടൊന്നും ഇല്ലാത്ത കസേര. ഭയങ്കര പാടായിരിക്കാൻ. സത്യം അതിനകത്ത് ഇരിക്കണേ ഭയങ്കര ഇച്ചിരി വെയിറ്റ് കൂടെ ഉണ്ടേ തീർന്ന്. ഇത് കിടന്ന് കുലുക്കും. പിന്നെ സ്റ്റേജും കൂടെ കുലുക്കുമ്പോൾ ആ പ്രശ്നമാണ്. ഞാൻ അപ്പോൾ ഇന്നലെ അച്ഛനോട് പറഞ്ഞു മിക്കവാറും ചെയറൊന്ന് മാറ്റാൻ പറയേണ്ടി വരും. ഇന്ന് വന്നപ്പോൾ സന്തോഷമുണ്ട് കേട്ടോ. ആ ചെയർ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, കർത്താവ് ഇതിനേക്കാൾ വലിയ സീറ്റാണ് നമ്മൾക്ക് ഒരുക്കിയേക്കുന്നത്. പരത്തിലുന്നതൻ പരിശുദ്ധർക്കായി പണി ചെയ്യും മണിസൗധങ്ങൾ, പരിചിലായവർക്കൊരുക്കിടും വിവിധ മോഹന വസ്തുക്കൾ. പാടിക്കൊണ്ടിരുന്ന നമ്മൾ അനീഷ് കാവാൽ പാസ്റ്റർ പോലെ അങ്ങ് പോണ്ടി വരും. അതുകൊണ്ട് പറയുന്നില്ല, കർത്താവ് നമ്മൾക്ക് വേണ്ടി ഒരുക്കുന്നത് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. പ്രൈസ് ദി ലോർഡ്. എനിക്ക് മുമ്പേ ശുശ്രൂഷിച്ച കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പറഞ്ഞു, ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അതിൻ്റെ 1-ാം അധ്യായം ഒന്ന് വായിച്ചാൽ ഈ ആമോസിൻ്റെ മകനാകുന്ന യെശയ്യാവിനെ കുറിച്ച് ഉള്ളൊരു ചിന്ത നമ്മൾക്ക് വരും. അദ്ദേഹം പറയുക, അയ്യോ പാപമുള്ള ജാതി, അകൃതിക ഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞു. അതിൻ്റെ അർത്ഥം
ഞാൻ മാത്രമേ ഉള്ളൂ മുമ്പോട്ട് പോകുന്ന ആള്. യെശയ്യാവിൻ്റെ ചിന്തയാണ് സ്തോത്രം. അപ്പോൾ പുള്ളി 1-ാം അധ്യായം മുതൽ 5-ാം അധ്യായം വരെ ഒപ്പം നിൽക്കുന്നവരെ കൂടെയുള്ള ആ ജനത്തെ മൊത്തം കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുക. ഒരു ദിവസം ഞങ്ങളുടെ ചർച്ചിൻ്റെ ഫാസ്റ്റിംഗ് പ്രെയർ തുടങ്ങുന്ന സമയത്ത് തിരുവനന്തപുരത്തുള്ള ഒരു CSI ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു അച്ചായൻ എന്നോട് ചോദിച്ചു, നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ വളരെ ഭക്തി നിർഭരമായിട്ടല്ലേ ചെയ്യേണ്ടത്? ഇവിടെ പാസ്റ്റർ പ്രസംഗിക്കുമ്പോൾ എല്ലാവരും കൂടെ കിടന്ന് ബഹളം വയ്ക്കുന്നു, ഹല്ലേലൂയ പറയുന്നു. അത് പാടില്ല. ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ അടുത്ത ആൾ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ എന്താണ്? ഇത് കുറ്റം. പുള്ളി ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ അവസാനം ഈ 6-ാം അധ്യായം എടുത്ത് അദ്ദേഹത്തോട് പറഞ്ഞു, കുറ്റം പറച്ചിൽ നിർത്തണമെങ്കിൽ നമ്മളിൽ ആലയത്തിൽ നിന്നുള്ള ആ കൊടിലുകൊണ്ട് ആ തീക്കനൽ നാവിന്മേൽ തൊടപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ആത്മാവിൻ്റെ അഭിഷേകം എവിടെ വരുമോ അവിടെ കുറ്റം പറച്ചിൽ നിൽക്കും. മനസ്സിലായവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. എവിടെ അനോയിന്റിങ് ഷാൽ ബ്രേക്ക് യോക്ക് എന്ന് പറഞ്ഞ അഭിഷേകം നുകത്തെ തകർക്കുന്നു. എല്ലാ നുകത്തെയും തകർക്കുന്ന ഒന്നാണ് ദൈവിക അഭിഷേകം. 5 അധ്യായങ്ങളിൽ ആമോസിന്റെ മകനാകുന്ന യെശയ്യാവ് കുറ്റം പറച്ചില്ല. അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം, ജനത്തിന് അയ്യോ കഷ്ടം, നിങ്ങൾക്ക് അയ്യോ കഷ്ടം. പക്ഷെ 6-ാം അധ്യായത്തിൽ വന്നപ്പോൾ വിധം മാറി. അവൻ പറയാ, എനിക്ക് അയ്യോ കഷ്ടം. പ്രൈസ് ദി ലോർഡ്. നമ്മെ കണ്ടുണരുന്ന ഒരു കൺവെൻഷനായി തീരണം ഈ കൺവെൻഷൻ. യെസ്, നമ്മെ കണ്ടുണരുന്ന കൺവെൻഷൻ. അടുത്തിരിക്കുന്നവർ എങ്ങനെയാണെന്നല്ലെന്നേ, ഞാൻ എന്നെ കണ്ടുണരണം. നമ്മളെ കണ്ടുണരുന്നില്ല എങ്കിൽ നമ്മുടെ ഈ കൺവെൻഷന് കൊണ്ടോ സംയുക്ത ആരാധന കൊണ്ടോ യാതൊരു ഫലവുമില്ല. ഞാൻ എങ്ങനെ ഉള്ളവനായിരിക്കുന്നു എന്ന് എന്നെ കണ്ടുണരുവാനിടയായിത്തീരണം. അതിന് ഈ ആരാധന ഉതകണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് താല്പര്യമുണ്ട് ഇന്ന് എനിക്ക് എന്നെ ഒന്ന് കണ്ടുണരണം? എൻ്റെ കുറ്റം പറച്ചിൽ നിർത്തിയിട്ട് എൻ്റെ യേശുവിനെ ഉയർത്തണം. എത്ര പേര് താല്പര്യമുണ്ട്? പ്രൈസ് ദി ലോർഡ്. എൻ്റെ കർത്താവേ, എൻ്റെ കുറ്റം പറച്ചിൽ നിർത്തിയിട്ട് എനിക്ക് എൻ്റെ യേശുവിനെ ഒന്ന് ഉയർത്തണമെന്ന് ആഗ്രഹമുള്ളവർ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ച് പറ. എൻ്റെ കർത്താവേ, ഇന്ന് ഈ കോൺഫറൻസ് ഹാൾ വിട്ടു പിരിയുന്നതിന് മുമ്പായി, ഈ ഓഡിറ്റോറിയം വിട്ടു പിരിഞ്ഞു പോകുന്നതിന് മുമ്പായി എൻ്റെ കർത്താവിനെ ഒന്ന് കാണുവാൻ, അങ്ങനെ സന്നിധിയിൽ ഒന്ന് സമർപ്പിക്കുവാൻ. ആ വിലപ്പെട്ട ഭൃത്യൻ ഓൾട്ടർ കോൾ നടത്തിയപ്പോൾ പറഞ്ഞതുപോലെ നോർത്ത് ഇന്ത്യയെ കുറിച്ചുകൂടെ ഒരു വിഷൻ ഉണ്ടാകുവാൻ, അനേക ആയിരങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് ഒരു കാഴ്ചപ്പാട് നമ്മൾക്കുണ്ടാകുവാൻ, ഇവിടെ നിന്ന് നോർത്തിലേക്ക്, ഇവിടെ കണ്ടില്ലയോ, എവിടെ ചെന്നാലും ഇഷ്ടം പോലെ ദേവാസന്മാരുണ്ട്. ബീഹാറിൽ അങ്ങനെയാണോ പാസ്റ്ററെ? ഇല്ല. ഞാൻ 2016 എൻ്റെ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ ഔറംഗാബാദിൽ പോയി. അന്ന് ഒത്തിരി പേര് രക്ഷിക്കപ്പെട്ടു. അവിടെ മീറ്റിംഗിന് ചെന്നപ്പോൾ പിറ്റേ വർഷം ഞാൻ അവിടെ പോയൊരു 44 പേരെ സ്നാനപ്പെടുത്തി. പിതൃപുത്ര പരിശുദ്ധാക്കാൻ നാമെന്ന് പറഞ്ഞാൽ അവരങ്ങ് മുങ്ങുക. സത്യമല്ലേ? അവരുടെ ആ ഒരു തീഷ്ണത നമുക്കില്ല കേട്ടോ. നമ്മുടെ ആൾക്കാരെ പിടിച്ച് മുക്കണമെങ്കിൽ അവർ പിന്നെ നിൽക്കും, ഒന്നുകൂടെ ബലം പിടിക്കും. പേടിയാ, വെള്ളം കയറുമെന്ന് മൂക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നമ്മളുടെ കാഴ്ചപ്പാടിനൊരു വ്യത്യാസം വരണം. നമ്മുടെ കാര്യങ്ങളെല്ലാം തീർന്നിട്ട് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. നമ്മുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടന്നു കഴിഞ്ഞിട്ട് നമുക്ക് ദൈവത്തിന് വേണ്ടി ഇറങ്ങാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. നാളെ എന്നത് നമുക്കുള്ളതല്ല. നാളെ എന്ത് സംഭവിക്കും നമ്മൾക്കറിയത്തില്ല. നമ്മളെക്കാൾ കണക്കൂട്ടലിൽ ഒരു 10,250 വരെ ജീവിക്കാൻ കണക്കൂട്ടിയിരുന്നവരൊക്കെ 2020 കൊറോണയോടുള്ള ബന്ധത്തിൽ കടന്നുപോയെന്ന്. ഹല്ലേലൂയ. ആ ചെറുപ്പക്കാരൊക്കെ കടന്നുപോയപ്പോഴും എന്നെയും നിങ്ങളെയും ഇവിടെ ആക്കിയിരിക്കുന്നത് അയ്യോ കഷ്ടം, അവൻ അയ്യോ കഷ്ടം, നിനക്ക് അയ്യോ കഷ്ടം എന്ന് പറയാനല്ല. എനിക്ക് അയ്യോ കഷ്ടം, ഞാനൊന്നും ചെയ്തില്ലല്ലോ, ഒന്നും പ്രവർത്തിച്ചില്ലല്ലോ. ഇന്ന് ഈ ആരാധനയിൽ എൻ്റെ മേൽ പകരുന്ന അങ്ങനെ ദിവ്യ ശക്തിക്കായി സ്തോത്രമെന്ന് പറയുവാനിടയാകണം. യെസ്. ഇല്ലെങ്കിൽ നമ്മുടെ ഈ പാട്ടും കൊട്ടും എല്ലാം വൃതാവാ. സ്തോത്രം. വൃതാവാകരുത് കേട്ടോ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദേവാസന്മാർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടൊക്കെ ഇരിക്കണം കേട്ടോ. ഞാൻ ഒരിടത്ത് നിന്ന് 40 ദേവാസന്മാർ സ്റ്റേജിലിരിക്കുന്ന ഒരു സഭ, അവിടെ 40 ചർച്ചകളാണ് ഉള്ളത് ആ സെൻറ്ററിൽ. ഇപ്പോൾ അത് ഡിവൈഡ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഞാൻ കിടന്ന് കഷായിക്കുക. അബ്രഹാം ഇസാക്കിനെ യാഗത്തിന് കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞിട്ടും ഒരു കുലുക്കവും ഇല്ല, ഇതത്ര ഞങ്ങൾ പ്രസംഗിച്ചതാണെന്ന് പറഞ്ഞിരിക്കുക. അവസാനം ഞാൻ ഒരു നമ്പർ ഇറക്കി. ഇവിടെ ഇറക്കിക്കരുത് കേട്ടോ.
ഞാൻ ഒരു നമ്പർ ഇറക്കി, ദൈവജനം 10-600 പേര് കൂടിയിട്ടുണ്ട് ഈ 40 സഭയിൽ നിന്നായിട്ട്. ഒരു മാസയോഗത്തിൻ്റെ മെസ്സേജാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് നോക്കിയിരിക്കണം. നിങ്ങളെല്ലാവരും കരം ഉയർത്തി ദൈവത്തെ സ്തുതിക്കാൻ പറഞ്ഞു. അവരെല്ലാവരും ശക്തമായിട്ട് ദൈവത്തെ സ്തുതിച്ചു. ഇനി നിങ്ങളെ നടത്തുന്ന ദൈവദാസന്മാരെ നോക്കിയിരിക്കണം. എവരെങ്ങനെയാണ് സ്തുതിക്കുന്നത് നോക്കണം. സ്തുതിക്കാത്തവരുണ്ട് അടുത്ത മാറ്റമാണ്. ഞാൻ ഫെബ്രുവരിയിലാണ് പ്രസംഗിക്കുന്നത്. മെയ് ആകുമ്പോഴേ മാറ്റമാണ്. ഒറ്റ ഒരെണ്ണത്തിന് ഏരിയ കയറ്റരുതെന്ന് പറഞ്ഞു. എൻ്റെ ദൈവമേ, പിന്നെ കൈയും കാലും പൊക്കി അങ്ങ് സ്തുതിയോട്. സത്യം പറയുന്നത്, എന്നെ അങ്ങനെ ചെയ്യിപ്പിക്കരുത് കേട്ടോ. ചിലരൊക്കെ ഇരിപ്പ് കണ്ട എൻ്റെ കർത്താവേ എന്തിനാ ഇങ്ങനെ വന്നിരിക്കുന്നതെന്ന് പോലും തോന്നിപ്പോവുക. അങ്ങനെ ആകരുത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ശക്തന്മാരായിരിക്കണം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞുചെല്ലും. നമ്മൾ അനങ്ങാതിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ പിശാചും വന്ന് നോക്കുക, അവൻ എന്താടാ ഇങ്ങനെ അനങ്ങാതിരിക്കുന്നത്. പിശാചിനെ അകറ്റി നിർത്തണമെങ്കിൽ ഉറക്ക ദൈവത്തെ സൂചിച്ചുകൊണ്ടിരുന്നാൽ മതി. അവൻ അത്രയും ദൂരം മാറിയിരിക്കും. നിന്റെ ശബ്ദം എത്ര ഉയരത്തിൽ പോകുന്നോ, ദൂരത്തിൽ പോകുന്നോ, അത്രയും ദൂരം മാറി നിൽക്കും പിശാച്. അതുകൊണ്ട് പിശാചിന് ഇടം കൊടുക്കരുത്. അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. അപ്പോൾ അയ്യോ കഷ്ടമെന്ന് പറഞ്ഞ ഈ പ്രവാചകൻ, പ്രൈസ് ദി ലോർഡ്, 66 പുസ്തകങ്ങൾ അടങ്ങിയിരിക്കുന്ന വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങൾക്ക് തത്തുല്യമായി 66 അധ്യായങ്ങളുള്ള പ്രവചന ഗ്രന്ഥം, ഏറ്റവും വലിയ പ്രവാചകന്മാരുടെ ഗണത്തിൽപ്പെടുന്ന യെശയ്യാവ് 5 അധ്യായങ്ങളിൽ കുറ്റം പറഞ്ഞു നടന്നു. 6-ാം അധ്യായത്തിൽ തന്നെ കണ്ടുണർന്നു. ഇന്ന് പകൽ നമ്മൾ നമ്മളെ കണ്ടുണരണം. ഞാൻ എന്നെ ഈ പ്രസംഗിക്കുമ്പോൾ ഞാൻ എന്നെ കണ്ടുണരണം. ഞാൻ എന്നെ ദൈവത്തിന് സമർപ്പിക്കണം. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. ഇല്ല എങ്കിൽ ഹല്ലേലൂയ, കർത്താവ് ഇപ്പോൾ വന്ന് പറന്നു പോകാൻ സാധിക്കുമെന്നൂടെ ചിന്തിച്ചോണ്ടേ ഇരിക്കാവൂ. പ്രൈസ് ഗോഡ്. സൗദി അറേബ്യയിൽ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അവിടുത്തെ കാര്യം പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. ആമേൻ കർത്താവേ. പുള്ളി പറയത്തില്ല. പുള്ളി ഇന്ന് ഭാഷ കേട്ടോ. അച്ഛൻ്റെ കാര്യമല്ലേ, തെറ്റിദ്ധരിച്ചോളെ. സൗദി അറേബ്യ എന്നും പറഞ്ഞു, ഇന്ന് ഭാഷ എന്ന് പറഞ്ഞു. വിചാരിക്കുമോടോ ഞങ്ങളുടെ പൊന്നച്ചാനാന്ന് പറഞ്ഞോ. അദ്ദേഹത്തിൻ്റെ പേര് ബിജു എന്നാണ്. ഇനിയിപ്പോൾ കുഴപ്പമില്ലല്ലോ. അദ്ദേഹം പറയും, ഞാൻ പറയത്തില്ല. ഒരിക്കൽ ഞാൻ ചോദിച്ചു, സഹോദരൻ എന്താ പറയാത്തേ? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, എനിക്കൊരു കുടുംബജീവിതം വേണം, കൊച്ചുങ്ങൾ വേണം, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വന്നാൽ മതി, അതുകൊണ്ട് ഞാൻ പറയത്തില്ല. ഇപ്പം പുള്ളി എല്ലാവരെ കൊണ്ട് പറയിപ്പിക്കുക. ആമീൻ കർത്താവേ, വേഗം പറഞ്ഞിരുന്നു. ബോംബെ കിടന്നാണ് പറയിപ്പിക്കുന്നത്. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി വരുന്നുണ്ട്, എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മൾ ഇന്ന് ഇപ്പം കർത്താവ് വന്നാൽ പോകുമെന്നുകൂടെ ചിന്തിച്ച് വേണമായിരിക്കാൻ. അപ്പം നമ്മുടെ കാഴ്ചപ്പാട് മാറണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോയി എസെക്കിയേൽ പ്രവചനം 47 ചെല്ലണം. ഞാൻ കഴിഞ്ഞ സൺഡേയിൽ എൻ്റെ മാതൃസഭയിൽ ഇത് പറയുവാനിടയായി തീർന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഈ ഒരു കണക്ഷൻ നമ്മൾക്കുണ്ടാകണം. ഇന്ന് നമ്മൾക്ക് കണക്ഷനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകും. ഞാൻ 16-ാം തീയതി സൗദി അറേബ്യയിൽ നിന്ന് ഞാനും എൻ്റെ വൈഫോടെ തിരിച്ചു. നേരെ ബാംഗ്ലൂരാണ് വന്നത്. എൻ്റെ മൂത്ത മകള് അവിടെ എക്സ്പീരിയൻസിന് വേണ്ടി ഇവിടെ വർക്ക് ചെയ്യുന്നു, CSA ഹോസ്പിറ്റലിൽ. എൻ്റെ ഇളയ മകള് അവിടെ യൂറോ സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഒത്തിരി പ്രായമുണ്ടെന്ന് വിചാരിച്ചുള്ള 23 വയസ്സേ ഉള്ളവർക്ക്, ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള വർക്ക് ചെയ്യുക. ഞങ്ങൾ അവരെ രണ്ടുപേരെയും കണ്ടിട്ട് നാട്ടിലോട്ട് വരാമെന്ന് വിചാരിച്ച് പോയി. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് ഇളയ മോള് വരാൻ 1 മണിക്കൂർ ദൂരമുണ്ട്. അപ്പോൾ അവൾ കാറ് പിടിച്ച് വരത്തില്ല. ഞാൻ ചോദിച്ചു, മോളെ എന്താ കാറ് പിടിച്ചാൽ പൈസ കൂടുതലാവുന്നുണ്ടെന്നോ? അല്ല അപ്പാ, യവന്മാർ എവിടെ കാണും ഇത്തിരി നിർത്തി ആരെയും കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നിലവിളിച്ചെടുത്ത് ചാടാമല്ലോ എന്ന്, ഓട്ടോറിക്ഷ ആയാൽ. പിന്നെ അവൾ എനിക്ക് ലൈവ് ലൊക്കേഷൻ വിടും വാട്സപ്പിൽ. ഞാനിങ്ങനെ നോക്കിയിരിക്കുക. കുഞ്ഞെവിടെ? 1 മണിക്കൂർ നോക്കിയിരിക്കണം കേട്ടോ. എന്നെ ദീർഘക്ഷമ പഠിപ്പിച്ചൊരു കാര്യമായി പറഞ്ഞു വരുന്നത്. നമ്മുടെ അപ്പച്ചൻ നോക്കിയിരിക്കുന്ന കാര്യമായി പറഞ്ഞു വരുന്നത്. ചിന്തിച്ചോണം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയിരിക്കുക, എൻ്റെ മോൾ എവിടായി. ഇപ്പം ലൈവ് ഇങ്ങനെ കാണാം. നിങ്ങൾ ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്യുക. അറിയാവുന്ന എത്ര പേരുണ്ട് ഇവിടെ? അയ്യോ, എന്നാ പറഞ്ഞിട്ട് കാര്യമില്ല. സ്തോത്രം. ഈ ലൈവ് ലൊക്കേഷൻ ഞാനിങ്ങനെ നോക്കിയിരിക്കുക. കുഞ്ഞെവിടായി എന്ന്. ഒരിടത്ത് ഒത്തിരി നേരം വെയിറ്റ് ചെയ്തപ്പോൾ ഞാൻ ഉടനെ വിളിച്ചു, മോളെ എന്നാ പറ്റി? പാപ്പ, ഇവിടെ ഭയങ്കര ട്രാഫിക് ജാമാ, ഇവിടെ ഭയങ്കര റഷാണ്, ഒത്തിരി സമയം എടുക്കും, മിക്കവാറും കുറച്ചുകൂടെ ലേറ്റാവും. അപ്പോൾ ഞാൻ അതിൽ നിന്ന് പഠിച്ചൊരു ഗുണപാഠം, ലൈവ് ലൊക്കേഷൻ നീ ദൈവവുമായിട്ട് ഷെയർ ചെയ്ത് ആയിരിക്കുമെങ്കിൽ നിൻ്റെ അപ്പൻ, ഹല്ലേലൂയ, സ്വർഗത്തിലെ അപ്പച്ചൻ
നിന്റെ ഈ ലൈവ് ട്രാവലിങ്സ് ഉണ്ടല്ലോ, നിന്റെ ഓരോ ജേണീസും ഓരോ സ്റ്റെപ്സും അവൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറ്റുള്ളവരെ കുറ്റം പറയുന്ന നിർത്തിയിട്ട് ഹല്ലേലൂയ ഞാൻ എവിടെയായിരിക്കും എന്ന് കണ്ടുകൊള്ളണം. ഇന്ന് നമ്മുടെ ലൈവ് ലൊക്കേഷൻ, അതായത് നമ്മുടെ നെറ്റ്വർക്ക് കർത്താവുമായിട്ട് സ്വർഗവുമായിട്ട് കണക്റ്റഡ് ആണോ അതോ ഡിസ്കണക്ട് ചെയ്തിട്ടാണോ ആയിരിക്കുന്നത്? എത്ര നാളായി ആ ബന്ധം പുനഃസ്ഥാപിച്ചിട്ട്? എത്ര നാളായി? ഹല്ലേലൂയ. ഈ കൺവെൻഷനിൽ, ഈ സംയുക്ത ആരാധനയിലെങ്കിലും ആ ബന്ധം പുനഃസ്ഥാപിച്ചിട്ടേ പോകാവൂ. ആ ബന്ധം പുനഃസ്ഥാപിച്ചാൽ മാത്രമേ നമുക്ക് ഇന്ന് പറയാൻ സാധിക്കൂ, എത്ര ദൂരം അങ്ങേ വീട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. ഇന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും? അല്ലോ, നമ്മൾ നീതിമാന്മാരാരുമില്ല, ഒരുത്തൻ പോലുമില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നീതി പ്രവൃത്തികൾ കറപുരണ്ട തുണി പോലെയാ ദൈവത്തിലായിരിക്കുന്നത്. ഇന്ന് പകൽ ആ ദൈവത്തോട് പറയണം, എൻ്റെ കർത്താവേ, ഞാൻ എന്നെ സമ്മതിക്കുക, ഞാൻ എന്നെ സമർപ്പിക്കുക. ഞാൻ പലപ്പോഴും നെറ്റ്വർക്ക് ഓഫ് ചെയ്ത് വെച്ചിട്ട് ദൂരം പോയി കർത്താവേ, അപ്പോൾ നീ അവിടെ കാത്തു നിന്നു, എനിക്ക് വേണ്ടി കാത്തു നിന്നു, എന്നെ സ്നേഹിച്ചു, എന്നെ കൊണ്ടുവന്നു, എൻ്റെ കണ്ണുനീർ കണ്ടു, എൻ്റെ നിലവിളി കേട്ടു. ഹല്ലേലൂയ. എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി. ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേഹികളായി ഞങ്ങളെ വച്ചിരിക്കുന്ന അങ്ങയുടെ ദയകൾക്കായി സ്തോത്രമെന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുവാനിടയായി തീരട്ടെ. എസ്കേൽ പ്രവചനം 47 അധ്യായം ഒന്ന് എടുക്കാമോ? എസ്കേൽ 47 എടുത്തെങ്കിൽ ആ പുരുഷൻ ഒരു ചരടുമായി വന്ന ഭാഗം ഒന്ന് വായിക്കാമോ? 3 തോന്നുന്നു. ആ പുരുഷൻ കയ്യിൽ ചരടുമായി കിഴക്കോട്ട് നടന്നു, 1000 മുഴം അളന്നു, എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി. ആ പുരുഷൻ കയ്യിൽ ചരടുമായി എങ്ങോട്ടാ? കാരണം കിഴക്ക് നിന്നാണ് എന്തോ വരുന്നേ, വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന ആലയത്തിൽ. അപ്പൊ കിഴക്കോട്ട് നടന്നിട്ട് 1000 മുഴം അളന്നു. ഇനിയിപ്പം ഇവിടെ ഡോക്ടേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ആരൊക്കെ ഉണ്ട്? എഞ്ചിനീയേഴ്സ് കുറച്ച് കണക്ക് ചോദിക്കാനാണ് അതിനുള്ളവരും പൊക്കത്തില്ലെന്നാണ് തോന്നുന്നത്. വലിയ കണക്കൊന്നുമല്ല. സ്തോത്രം. 1000 മുഴം എന്ന് പറഞ്ഞാൽ എത്ര മീറ്ററാണ്, അല്ലെങ്കിൽ എത്ര കിലോമീറ്ററാണ്? 500 മീറ്റർ, 1/2 കിലോമീറ്റർ. ഡോക്ടർക്ക് ഒരു സമ്മാനം നമ്മൾ തരും, പറക്കല്ലേ? പ്രൈസ് ദി ലോർഡ്. 1000 മുഴം എന്ന് പറഞ്ഞാൽ 1/2 കിലോമീറ്ററാണ്. ഈ കരയ്ക്ക് നിൽക്കുന്ന മനുഷ്യനെ കയ്യിൽ ചരടുമായി വന്ന പുരുഷൻ ഈ കരയ്ക്ക് നിന്ന് 1000 മുഴം അളന്നു എന്ന് പറഞ്ഞാൽ 1/2 കിലോമീറ്റർ അങ്ങ് അകത്തോട്ട് മാറ്റി. അപ്പൊ നിർത്തിയപ്പോഴും എവിടാ കാല്? വെള്ളം നരിയാണിയോളമായി. വെള്ളം അവിടെ ഉണ്ട്, പക്ഷെ നരിയാണിയോളമേ ഉള്ളൂ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അവിടെ നിന്നാൽ എനിക്ക് എല്ലാവരും കാണാം. ഇവിടുന്ന് 1/2 കിലോമീറ്റർ മാറി നിന്നാൽ എനിക്ക് എല്ലാവരും കണ്ടുകൂടെയോ? കാണാമോ? 1/2 കിലോമീറ്റർ. എന്നാൽ കുറ്റം പറച്ചിൽ നിർത്തത്തില്ല, കാരണം 1/2 കിലോമീറ്ററേ പോയിട്ടുള്ളൂ. കൺവെൻഷൻ കഴിഞ്ഞു, അഭിഷേകം പ്രാപിച്ചു, ശക്തി പ്രാപിച്ചു, ദൂരം പോയില്ലെങ്കിൽ, ദൈവത്തിന്റെ അടുക്കലേക്ക് ആത്മീയമായി അടുത്തില്ലെങ്കിൽ പിന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുറ്റം പറയുവാൻ നീ ചിന്തിച്ചോണം, ഒന്നുകിൽ കരയ്ക്ക് അല്ലെങ്കിൽ വെറും 1/2 കിലോമീറ്റർ മാത്രം. ഇപ്പോഴും അഭിഷേകം വന്നിട്ടില്ല, നിറവ് വന്നിട്ടില്ല, നരിയാണകളും മാത്രമേ ആയിട്ടുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ദൈവസ്ഥനായിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, വീണ്ടും 1000 മുഴം അളന്നു. അപ്പൊ 2000 മുഴമായി, 1 കിലോമീറ്ററായി. 1 കിലോമീറ്ററായി എവിടെ വരെയായി? വെള്ളം മുട്ടോളമായി. പ്രൈസ് ദി ലോർഡ്. 1 കിലോമീറ്റർ ദൂരെ നിന്നാലും നമുക്ക് അല്പം വരാന്തയൊക്കെ ഇറക്കിയിട്ടായിരിച്ച് ദൂരമുള്ളതൊക്കെ കണ്ടൂടെ, അല്ലേ? ഫ്രണ്ടിൽ കൊച്ചൊരു വരാന്തയൊക്കെ ഇറക്കിയാലും ദൂരെ ഇങ്ങനെ കണ്ണൊക്കെ സൂക്ഷിച്ച് നമുക്ക് കാണാൻ പറ്റും. കുറ്റം പറച്ചിൽ നിന്നിട്ടില്ല കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യനെന്ന് പറയണമെങ്കിൽ ഹല്ലേലൂയ നമ്മൾ ദൂരത്തേക്ക് വരണം. ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങുവാൻ ഏൽപ്പിച്ച് കൊടുക്കണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്.
1 കിലോമീറ്റർ ആയിട്ടും പുള്ളിയുടെ കാൽ ഇതുവരെ ഇളകിയിട്ടില്ല. എന്തെങ്കിലും പ്രശ്നം വന്നാൽ മതി, പുള്ളി മുമ്പിൽ നിൽക്കും. എന്തടാ കുന്തടാ എന്ന് പറഞ്ഞ് നിൽക്കും. വഴക്കിനും വയ്യാവേലിക്കും പ്രശ്നത്തിനും എല്ലാത്തിനും മുമ്പിൽ കാണും. പക്ഷേ വീണ്ടും 1000 മുഴം അളന്നു. അപ്പോൾ 1500 മീറ്റർ, 1.5 കിലോമീറ്റർ ആയി. 1.5 കിലോമീറ്റർ ആയപ്പോൾ വെള്ളം എവിടെ വരെയായി? വെള്ളം അരയോളമായി. പ്രൈസ് ദി ലോർഡ്. അരയോളമായെങ്കിലും കാല് നിലത്തുറച്ചു നിൽക്കുക. ഈ ഭൂമിയിൽ കാൽ ഉറച്ചു നിൽക്കുന്നിടത്തോളം കാലം, ഈ ഭൂമിയിൽ ആശ്രയിച്ച് നിൽക്കുന്നിടത്തോളം കാലം നിന്റെ ചിന്താഗതികൾക്ക്, നിന്റെ കാഴ്ചപ്പാടിന് ഒരു വ്യത്യാസവും ഉണ്ടാകത്തില്ല. ഈ കാലിളകുന്ന ഒരളവിലേക്ക് പോകുവാൻ എത്ര പേരിന്ന് സമർപ്പിക്കും? പ്രൈസ് ദി ലോർഡ്. വീണ്ടും 1000 മുഴം അളന്നു. അതെനിക്ക് കടക്കുവാൻ വയ്യാത്ത ഒരു നദിയായി. ഇപ്പൊ എത്ര മുഴം അളന്നു? 2000 ആയുള്ളൂ. മലയാളം സാറൊന്ന് കണക്ക് പഠിപ്പിച്ചേ. 1000 അളന്നു നരിയാണിയോളം, വീണ്ടും 1000 അളന്നു മുട്ടോളം, ഇല്ലയോ? വീണ്ടും 1000 അളന്നു അരയോളം, വീണ്ടും 4000 ആയില്ലേ? സ്വതന്ത്രം. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ അരയോളം ഒന്നും അടുത്ത 1000 അളന്നു കഴിഞ്ഞപ്പോ പിന്നെ എന്തുവായി? നീന്തിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവയുന്നു തുറക്കാനാഥ. ഓ, നീന്തിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ. ഓ, പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്യിച്ച ഓ പിന്മഴ നൽകണം, മാലിന്യം മാറേണം നിഞ്ചൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ഒരു മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തോ ഒരു ആത്മമാരിക്ക് വേണ്ടി. സ്തോത്രം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എന്നിലൊന്ന് പെയ്തിറങ്ങണമേ കർത്താവേ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരു ആത്മപ്രവാഹം കർത്താവേ. ഇപ്പോൾ പുള്ളി 2 കിലോമീറ്റർ ദൂരെ പോയി. ഹല്ലേലൂയ. നീന്തി തുടിക്കുന്ന അവസ്ഥ. അവിടെ വെള്ളത്തിൻ്റെ ഓളം, വെള്ളത്തിൻ്റെ തുള്ളികൾ കണ്ണിൽ തെറിച്ചു വീഴുന്നു. ദൂരെ നിൽക്കുന്ന ഒന്നും കാണാൻ വയ്യ. അടുത്ത് കിടന്ന് നീന്തുന്നവനെ കാണാൻ വയ്യ. അടുത്തിരിക്കുന്നവനെ അറിയാൻ വയ്യ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മാ പകർച്ച ഉണ്ടായി കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ കേട്ടോ. നമ്മുടെ ചിന്താഗതികൾക്ക് വ്യത്യാസം വരും. നമ്മുടെ കാഴ്ചപ്പാട് മങ്ങുകയല്ല, നമ്മുടെ കാഴ്ചപ്പാടിന് വ്യത്യാസം വരും. വിശാല കാഴ്ചപ്പാടുണ്ടാകും. ആത്മീയ കാഴ്ചപ്പാട് ഉണ്ടാകണമെങ്കിൽ ഈ ദിവസങ്ങളിൽ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരു ആത്മപ്രവാഹത്തിലേക്ക് ഇറങ്ങുവാൻ ഏൽപ്പിച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. അതിനെല്ലാം വേണ്ടത് എനിക്ക് അയ്യോ കഷ്ടമെന്ന് പറയണം. ഹല്ലേലൂയ. ജനത്തിന് കഷ്ടമെന്നല്ല, അവർക്ക് അയ്യോ കഷ്ടമെന്നല്ല, എനിക്ക് അയ്യോ കഷ്ടം. ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാൻ ഇതുവരെ ഒന്നുമായിട്ടില്ല എന്ന് സമ്മതിക്കുന്ന കർത്താവേ. ഞാൻ ഇതുവരെ ഏതുമായിട്ടില്ല, എന്നെ ഇത്രത്തോളം കൊണ്ടുവന്ന് അങ്ങയുടെ വിധങ്ങൾക്കായി സ്തോത്രം എന്ന് പറഞ്ഞ് ദൈവത്തോട് പറയണം. കർത്താവേ, ഞാൻ എന്നെ സമർപ്പിക്കുക. അവിടുത്തെ കൃപ എൻ്റെ മേൽ പകരണമേ. ഹല്ലേലൂയ. സന്തോഷമുള്ള ഒരു കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഞാൻ മുമ്പേ പറഞ്ഞ സൂപ്പർ സോണിക് ഒന്നുകൂടെ ഉണ്ടോ? വ്യത്യാസം വന്നുണ്ടോ? നമ്മുടെ കൂടെ ഒരു മുസ്ലിം ആണെന്നല്ലേ പറഞ്ഞേ? ആരാണ് ഒരു മുസ്ലിം? ഷാഹുൽ വന്നില്ല. ഓക്കെ, സോറി കേട്ടോ. അപ്പോൾ ഷാഹുലും ഇത് കാണുന്നവരൊക്കെ മനസ്സിലാക്കണം. എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ ശക്തി അങ്ങോട്ട്, ആത്മശക്തി വ്യാപരിച്ചു കഴിഞ്ഞാൽ ശബ്ദത്തിന് വ്യത്യാസം വരും എന്ന് വിചാരിച്ച് നമുക്ക് സുബോധത്തിൻ്റെ ആത്മാവിനെ കർത്താവ് നൽകിയിരിക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്നലെ സ്ഥലം ചോദിക്കല്ലേ, ഞാൻ പറഞ്ഞില്ലേ 1 മണിക്കൂർ 40 മിനിറ്റ് പ്രസംഗിച്ച ഒരു സ്ഥലത്ത് ഭൂതങ്ങൾ വീഴുക. ഞാൻ ഔറംഗാബാദിൽ ചെന്നപ്പോൾ ഇതേ അവസ്ഥയാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം, എഴുന്നേറ്റ് നിന്ന് പ്രസംഗം അങ്ങോട്ട് തുടങ്ങി, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ നിന്ന് അങ്ങോട്ട് പറയാനും തുടങ്ങിയ, യേശു ക്രിസ്തുവിൻ്റെ വീര്യപ്രവൃത്തികളൊക്കെ അങ്ങോട്ട് പറയാൻ തുടങ്ങിയാൽ ജനം പെട്ടച്ചടിച്ച് വീഴും അല്ലേ? ഭൂതം ഇളകും. നമ്മുടെ ഇടയിൽ ഇളകാത്ത എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇന്നാൾ പറഞ്ഞു ഇവിടെ ഭൂതം ഇല്ലെന്ന്.
അവരെല്ലാം ടിക്കറ്റ് എടുത്ത് അങ്ങ് നോർത്ത് ഇന്ത്യയിൽ പോയെന്നാണ് പറയുന്നത്. പക്ഷേ ഇന്നലെ ഞാൻ കണ്ടു കേട്ടോ, ഇന്നലെ കുറേ എണ്ണം ഇളകി. അന്നേരം എനിക്ക് മനസ്സിലായത് ഇത് പിടിച്ചതിനേക്കാൾ വലുതാ മാളത്തിലിരിക്കുന്നതെന്ന്. നാക്ക് നീട്ടുന്നു, കണ്ണ് തള്ളുന്നു. അന്നേരം എനിക്ക് മനസ്സിലായത്, ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് കൃപ പ്രാപിക്കണം. കൃപ ഉണ്ടെങ്കിൽ നമ്മളോട് സഹകരിക്കുന്നവർ യേശുവിനെ അറിയുവാനിടയായി തീരും. അപ്പോൾ ഇത് ലൈവ് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് ലോകം മൊത്തം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാക്കണം, നമ്മളുടെ ഈ കുണ്ട്ര സെൻറ്ററിൽ, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ കുണ്ട്ര സെൻറ്ററിൽ ആത്മാവിൻ്റെ മാരി വ്യാപരിച്ചു കൊണ്ടിരിക്കുക. ജനം ഹല്ലേലൂയ ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് മനസ്സിലാക്കുവാനിടയായി തീരണം. അപ്പോൾ ഇതിൽ കൂടെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളെ ഒരുപക്ഷെ കാണുന്നില്ലെങ്കിലും, ഓഡിയൻസിനെ കാണുന്നില്ലെങ്കിലും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവം നിങ്ങളെ കാണുന്നു. ഞാൻ പറയുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, നന്ദി പറയുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, അരങ്ങത്ത് വരാതെ അണിയറയിൽ നിന്ന് പണിയെടുക്കുന്നവർക്ക് നന്ദി എന്ന് ഞാൻ ഒരു വാക്ക് പറയാറുണ്ട്. ഈ അണിയറയിൽ നിന്ന് പണിയെടുക്കുന്നവരെ പലരും അറിയത്തില്ലെങ്കിലും അറിയുന്ന ഒരു കർത്താവുണ്ട് കേട്ടോ. നീ ആരാധിക്കുന്നത് കാണുന്ന ഒരു കർത്താവുണ്ട്. നിന്റെ തലമുറയ്ക്ക് വേണ്ടി രാത്രിയുടെ യാമങ്ങളിൽ നിലവിളിക്കുന്നതേ, നാളിതുവരെയായിട്ടും പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാതെ ഹല്ലേലൂയ കരഞ്ഞ് എൻ്റെ കർത്താവേ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടിയില്ലയോ എന്ന് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇന്ന് ഈ ആരാധനയിൽ, സംയുക്ത ആരാധനയിൽ മറുപടി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അളക്കുവാൻ ഏൽപ്പിച്ചുകൊണ്ട്, കർത്താവേ എനിക്ക് 1000 മുഴം പോരാ, 2000 മുഴം പോരാ, 3000 പോരാ, വീണ്ടും അളക്കണമേ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരാത്മപ്രവാഹം ഹല്ലേലൂയ ഇന്ന് പകൽ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, ഞാൻ നയിക്കുന്ന സഭയിൽ എൻ്റെ കർത്താവേ വ്യാപരിപ്പിക്കണമേ എന്ന് എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കാം? താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ആത്മനദി വ്യാപരിച്ചു കഴിയുമ്പോൾ ഈ നദി ചെല്ലുന്നിടത്തൊക്കെയും എന്താ പറഞ്ഞേ? ഓ ജീസസ്, ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി. അപ്പം നേരത്തെ ജീവനില്ലാന്നോ ചലിച്ചേ? ജീവനുണ്ട്, പക്ഷേ ചലനമുണ്ടാക്കി ജീവൻ പ്രാപിക്കാന്ന് പറഞ്ഞാൽ ജീവൻ, സമൃദ്ധിയായ ജീവൻ കേട്ടിട്ടുണ്ടോ? ജീവനുണ്ട്, പക്ഷെ സമൃദ്ധിയായ ജീവൻ പലപ്പോഴും ഇല്ല. രോഗിയായ ഒരു മനുഷ്യൻ കട്ടിലിൽ കിടക്കുന്നു, ജീവനുണ്ട്, പക്ഷെ പാരലൈസായി കിടക്കുക. ആ ജനലേ കൂടെ ഒരു പാമ്പ് കയറി ഇങ്ങനെ വരുന്നു. പുള്ളി കാണുന്നുണ്ട്, പ്രതികരിക്കാനും അത്ര കണ്ട് വയ്യ, ആരോഗ്യമില്ല. ജീവനുണ്ട്. എന്താ മനസ്സിലായി? ജീവനുണ്ട്. പലപ്പോഴും ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. മീറ്റിങ്ങിന് പോകുന്നോന്ന് ചോദിച്ചാൽ പോകുന്നു. ആത്മാവിൽ ആരാധിക്കുന്നു വെച്ചാൽ വല്ലപ്പോഴും ദേവദാസന്മാർ, പ്രവാചകന്മാരെ ഒന്ന് ഇളക്കിയാൽ ഞാനും എന്ത് ചെയ്യും? പ്രൈസ് ദി ലോർഡ്. സമൃദ്ധിയായ ജീവൻ പ്രാപിച്ചോ? ഈ നദി ചെല്ലുന്നിടത്തൊക്കെയും ചലിക്കുന്ന പ്രാണികൾ ചലനമുണ്ടാക്കി ജീവൻ പ്രാപിക്കുമെന്ന് എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഇന്ന് പകൽ എനിക്കൊന്ന് ജീവൻ പ്രാപിക്കണം, എനിക്കൊന്ന് ഉത്തേജനം പ്രാപിക്കണം. ഞാൻ ചെല്ലുന്നിടത്ത് ചിലരെ ചലിപ്പിക്കണം. ഹല്ലേലൂയ. ഞാൻ ചെല്ലുന്നയിടത്ത് ചിലരെ ചലിപ്പിക്കണം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിന് മുമ്പ് വരെ മാർത്തയുടെയും മറിയുടെയും വീട്ടിൽ യേശുക്രിസ്തു വന്നിട്ട് അവിടെ ലാസറിന്റെ കാര്യം കാണുന്നതേയില്ല. 12-ാം അധ്യായത്തിൽ വന്നപ്പോൾ ലാസറിന്റെ പട്ടണമായ ബഥാന്യ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. നീ ജീവൻ പ്രാപിച്ചാൽ നിന്റെ പേരിൽ നിന്റെ പഞ്ചായത്ത് അറിയപ്പെടും, നിന്റെ പ്രദേശം ഇന്ന അമ്മാമയുടെ പേരിൽ അറിയപ്പെടും, അച്ചായ നിന്റെ പേരിൽ നിന്റെ പ്രദേശം അറിയപ്പെടും. പക്ഷെ ജീവൻ പ്രാപിക്കണം. ജീവച്ചവം പോലെ ഇരുന്നാൽ നിന്റെ പേര്, ദൈവനാമം നിന്ദിക്കപ്പെടുന്നതായി തീരും. ഇന്ന് ദൈവനാമം ഉയർത്തപ്പെടുന്ന നാമമുള്ളവരായി തീരേണ്ടതിന് ദൈവത്തോട് പറ, എന്നെ അളന്ന് ആഴങ്ങളിലേക്ക് ഒന്ന് ഇറക്കണമേ. ജീസസ്, ഹല്ലേലൂയ.
കർത്താവെ അവിടുത്തെ ശക്തി അയക്കണമേ, അവിടുത്തെ ശക്തി അയക്കണമേ എന്ന് നമ്മൾക്ക് ദൈവത്തോട് പറയാം. എത്ര പേരെ പറയും, എൻ്റെ കർത്താവെ അവിടുത്തെ ശക്തി എനിക്ക് ആവശ്യമാ, അവിടുത്തെ കൃപ എനിക്ക് അനിവാര്യമാ, അവിടുത്തെ കൃപയില്ലാതെ നിൽക്കാൻ പറ്റത്തില്ല. എൻ്റെ കർത്താവെ ചലിക്കുന്ന പ്രാണികൾ അല്ലെങ്കിൽ ഉണ്ടാകുവാൻ, ഞാൻ ചെല്ലുന്ന ഇടത്ത് ഒരു ചലനം ഉണ്ടാകുവാൻ കർത്താവെ കൃപ ചെയ്യണമേ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചലനമുള്ള ശക്തിയുള്ള എല്ലാവരും അല്പസമയം കരങ്ങളെ അടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. അല്പസമയം കരങ്ങളെ അടിച്ച് ശക്തമായി. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ പിശാച് നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അവന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി ഇന്ന് മകളൊന്ന് ആരാധിക്കുവാൻ ഏൽപ്പിച്ചുകൊണ്ട് Father, we praise you, Lord. Father, we praise you, Lord. കർത്താവേ, ഞങ്ങളുടെ ജനത്തെ അവിടുന്ന് ശക്തീകരിക്കണമേ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരു ആത്മപ്രഭാഗത്തിലേക്ക് ഇന്ന് അവിടുന്ന് ഇറക്കണമേ കർത്താവേ. നീന്തി തുടിക്കുന്ന ഈ അവസ്ഥ ഞങ്ങളുടെ പ്രശ്നങ്ങൾ മറന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ, ഞങ്ങളുടെ പ്രതികൂലങ്ങൾ മറന്നുകൊണ്ട് ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാൻ. ഓ ജീസസ്, ഹല്ലേലൂയ. എല്ലാവരും കരങ്ങളെ അടിച്ച് ഹല്ലേലൂയ. പെന്തക്കോസ്ത് നാൾ എന്നുള്ള പാട്ട് പാടി നമ്മൾക്ക് ആരാധിച്ച് നമ്മുടെ ഈ ആരാധന വൈൻഡപ്പ് ചെയ്യാൻ പോകുക. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ട്. ആരും എഴുന്നേറ്റ് നിൽക്ക്, ആരും ഇറങ്ങി പോകരുത് കേട്ടോ. വേണമെങ്കിൽ എഴുന്നേറ്റ് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കാം. പെന്തക്കോസ്ത് നാളിൽ യെസ്, ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. യേശുവിന്റെ രക്തതാജ്യം, യേശുവിന്റെ രക്തതാജ്യം. അല്ലയോ, നമ്മളെ തന്നെ കണ്ടുണരണം. ഇന്ന് ഈ ആരാധനയിൽ നമ്മെ കണ്ടുണരണം. നമ്മളെ കാണുന്ന ഒരു കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളെ ഒന്ന് കണ്ടുണർന്നുകൊണ്ട് വേലയുടെ വിശാലത മനസ്സിലാക്കി നമ്മുടെ കാഴ്ചപ്പാട് ദൂരത്തേക്കാക്കി നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ആത്മനിറവിൽ ദൈവത്തെ സ്തുതിക്കുന്ന ആരാധന വെളിപ്പെടുവാനിടയാകട്ടെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ചൈതന്യം നൽകണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാൻ. ചൈതന്യം നൽകണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാൻ. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. ഓ പിന്മഴ നൽകണം, മാലിന്യം മാറേണം, ജനമുണർന്നു വേല ചെയ്യുവാൻ. പിന്മഴ നൽകണം, മാലിന്യം മാറേണം, ജനമുണർന്നു. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ. മുട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവ അതിയൊഴുക. മുട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവ അതിയൊഴുക. നീന്തിയിട്ടല്ലാതെ അഴമതയാത്ത നീരുറവയെന്നു തുറക്കുന്നതാ. നീന്തിയിട്ടല്ലാതെ അഴമതയാത്ത നീരുറവയെന്നു തുറക്കുന്നതാ. പെന്തക്കോസ്തുനാളിൽ മഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. ഓ പെന്തക്കോസ്തുനാളിൽ മഴ പെയ്ച്ച പരമപിതാവേ. സൈന്യത്താലേ അല്ല, ശക്തിയാലേ അല്ല, ദൈവത്തിന്റെ ആത്മ ശക്തിയാലേ. സൈന്യത്താലേ അല്ല, ശക്തിയാലേ അല്ല, ദൈവത്തിന്റെ ആത്മ ശക്തിയാലേ. ആർത്തുപാടി പൂജിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം ദൈവസഭ പണിയാം. ആർത്തുപാടി പൂജിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം ദൈവസഭ. ഓ പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്ച്ച
നൽകണം, പിന്മഴ നൽകണം. മാലിന്യം മാറേ ജനമുണർന്നു വേല ചെയ്യുവാൻ. പിന്മഴ നൽകണം, മാലിന്യം മാറേണം, ജനമുണർന്നു വേല ചെയ്യുവാൻ. ചലിക്കുന്ന എല്ലാ പ്രാണികളുമെന്ന് ചലനമുണ്ടാക്കും ജീവൻ പ്രാപിപ്പാൻ. ചലിക്കുന്ന എല്ലാ പ്രാണികളുമെന്ന് ചലനമുണ്ടാക്കും ജീവൻ പ്രാപിപ്പാൻ. ചൈതന്യം നൽകേ നവജീവൻ വേണം നിത്യതയിലെത്തി ആശ്വസിച്ചിടാൻ. ചൈതന്യം നൽകേണം നവജീവൻ വേണം നിത്യതയിലെത്തി ആശ്വസിച്ചിടാൻ. പെന്തക്കോസ്തുനാളിൽ മഴ പെയ്യിച്ച പരമപിതാവേ മഴ നൽകാൻ. പെന്തക്കോസ്തുനാളിൽ മഴ പെയ്യിച്ച പരമപിതാവേ മഴ. മുട്ടോളമല്ല മുട്ടോളമല്ല അരയോളം പോര വലിയൊരു ജീവൻ നദിയൊഴുക. ഓ മുട്ടോളമല്ല അരയോളം പോര വലിയൊരു ജീവൻ നദിയൊഴുക. ഓ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ എന്നും തുറന്നതാ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ എന്നും തുറന്നതാ. ഓ പെന്തക്കോസ്തുനാളിൽ മഴ പെയ്യിച്ച പരമപിതാവേ മഴ നൽകാൻ. പെന്തക്കോസ്തുനാളിൽ പരമപിതാവേ മഴ നൽകാൻ. അതിനാലെ അല്ല ശക്തിയാലെ അല്ല ദൈവത്തിന്റെ ആത്മ ശക്തിയാലെ. അതിനാലെ അല്ല ശക്തിയാലെ അല്ല ദൈവത്തിന്റെ ആത്മ ശക്തിയാലെ. ആർത്തുപാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം. ആണിക്കല്ലു കയഞ്ഞ ദൈവസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം. ആണിക്കല്ലു കയഞ്ഞ ദൈവസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം. ആണിക്കല്ലു കയഞ്ഞ ദൈവസഭ. ഓ ആർത്തുപാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം. കയഞ്ഞ ദൈവസഭ. ഓ ആർത്തുപാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം. ആണിക്കല്ലു കയഞ്ഞ ദൈവസഭ. ഓ ആർത്തുപാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം. ആണിക്കല്ലു കയഞ്ഞ ദൈവസഭ. ഓ ആർത്തുപാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം. ആണിക്കല്ലു കയഞ്ഞ ദൈവസഭ. ഹല്ലേലൂയ. ശക്തിയോടെ ശക്തിയോടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. രോഗികൾ മാറട്ടെ, നിന്ദകൾ മാറട്ടെ, ഓ പ്രതികൂലങ്ങൾ മാറിപ്പോകട്ടെ, അവർക്ക് വ്യത്യാസം വരട്ടെ, ദൈവകൃപ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. അത്ഭുതം സംഭവിക്കട്ടെ, അത്ഭുതങ്ങൾ ആരാധിക്കൽ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. 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 യെസ് യെസ്. സൈന്യങ്ങളുടെ ഹോവേ ഞങ്ങളുടെ ശക്തികളുടെ മേൽ ഇറങ്ങി വരാം. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ ജീസസ്. ഹല്ലേലൂയ. 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 Hallelujah, hallelujah, hallelujah. Jesus, hallelujah. Glory to God. 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 Hallelujah. ഒന്നുകൂടെ കരമുയർത്തി ശബ്ദമുയർത്തി ഒരിക്കൽ കൂടെ ഈ നിൽക്കുന്ന നിൽപ്പിൽ നിന്നുകൊണ്ട് ദൈവത്തോട് പറയുമോ, കർത്താവേ, ഇന്ന് ഈ സംയുക്ത ആരാധനയിൽ ഞങ്ങളുടെ ഈ സെന്ററിന്റെ 23ാമത് ആനുവൽ കൺവെൻഷന്റെ സംയുക്ത ആരാധനയിൽ എന്റെ കാഴ്ചപ്പാട് മാറ്റിമറിച്ചതിനായി സ്തോത്രം. അയ്യോ കഷ്ടം ജനത്തിന്, അയ്യോ കഷ്ടമെന്ന് പറഞ്ഞു നടന്ന യെശയ്യാവിന്റെ അധരങ്ങളിൽ അവിടുന്ന് തൊട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് പറഞ്ഞതുപോലെ എന്നെ ഒന്ന് കണ്ടുണരുവാൻ, എൻ്റെ കുറവുകളെ കണ്ടുണരുവാൻ, എൻ്റെ തെറ്റുകളെ കണ്ടുപിടിക്കുവാൻ, എനിക്ക് എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് അനുദപിക്കുവാൻ, ഒന്ന് സമർപ്പിക്കുവാൻ ഒരവസരം കൂടെ നൽകിയതിനായി സ്തോത്രമെന്ന് എത്ര പേര് പറയും? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വാക്കൂടെ കടത്തി പറയട്ടെ. വേലയുണ്ട് അനവധി വയലുകളിൽ, വേലക്കാരോ തുലോ ചുരുക്കമത്രേ. വേലക്കാരെ വിളിച്ചാക്കിടുവാൻ വേലയുടെ ഉടയവനാകുന്ന നായകനോട് പ്രാർത്ഥിക്കുമെന്ന് തീരുമാനമെടുക്കുന്ന എത്ര പേരുണ്ട്?
സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ഹല്ലേലൂയ എനിക്ക് കർത്താവ് ആയുസ്സും ആരോഗ്യം നൽകിയാൽ എൻ്റെ കർത്താവിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിനു വേണ്ടി കടന്നു പോകുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ കരങ്ങളെ ഉയർത്തിയാട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ യേശുവിന് വേണ്ടി പോകുവാൻ, ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി, ദൈവ വേലയ്ക്ക് വേണ്ടി എന്നെ സമർപ്പിക്കുന്നു പറയുവാൻ എത്ര പേർക്ക് കഴിയും? പ്രൈസ് ദി ലോർഡ്. ആ ഉയർത്തപ്പെട്ട കരങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ കർത്താവ് ശക്തമായി കർത്താവിൻ്റെ വേലയിൽ ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് ഇങ്ങനെ എന്നെ ഇവിടെ ക്ഷണിക്കുകയും എനിക്ക് അവസരം നൽകുകയും ചെയ്ത ഇവിടുത്തെ സെൻട്രൽ പാസ്റ്ററോടും ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാരോടുമുള്ള എല്ലാ സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് എൻ്റെ സമയം അവസാനിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ നിർത്തുന്നു. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.